ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പപ്പയെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. നമ്മൾ വീഡിയോയിലെല്ലാം ചോദിക്കുന്നുണ്ട്, പപ്പ തിരിച്ചു പോന്നില്ലേ, പപ്പ കുറച്ച് ഡിലേ ആയി, കല്യാണമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നല്ല മെയ് 8 രാത്രി 9:30 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ കൊണ്ടാക്കാനായിട്ട് ഇറങ്ങാൻ പോവുക. 3:30 ഞാനും അമ്മയും പപ്പയും അപ്പോണനും കൂടെ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ മീനാക്ഷിയുടെ അങ്ങോട്ടും കൂടെ കയറി മീനാക്ഷിയും കണ്ടിട്ടായിരിക്കും പോകുന്നത്. അമ്മു പോവാം. ഇത് കണ്ടോ നിങ്ങൾ, നമ്മുടെ പപ്പ ഇന്ന് പോവുകയാണ്. മെയ് 8 രാത്രി 9:30 പപ്പയുടെ ഫ്ലൈറ്റ്. അതുകൊണ്ട് പാക്ക് ചെയ്യാനൊക്കെ എല്ലാം എടുത്ത് വെച്ചേക്കുക. കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോകുന്നോള് കണ്ടോ. നമ്മളും റെഡി ആവണം കൊണ്ടാക്കാൻ പോവാൻ. അപ്പം ഗൈസ് താണ്ട പപ്പ വന്ന് നമ്മൾ പാക്കൊക്കെ ചെയ്ത് പപ്പ താണ്ട റെഡിയായി ഇൻസേർട്ടൊക്കെ ചെയ്ത് നിൽക്കുക. കുറച്ച് നേരം ബ്ലാക്കി ലൂക്കൊക്കെ ആയിട്ട് അവിടെ നിന്ന് കളിയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും തിരിച്ച് വരത്തില്ല. ഒരു 1.5-2 വർഷമൊക്കെ ആവുമായിരിക്കും ഇനി വരാൻ. അപ്പോൾ അതാണ്ട് ഞങ്ങൾ കൊണ്ടാക്കാനായിട്ട് പോവാം. ഞാനും അമ്മുവൊക്കെ റെഡിയായി. അപ്പം നമുക്ക് പോവാം ഗായ്സ്, നമുക്ക് പോവാം. അമ്മച്ചമ്മ ചോറുണ്ണാൻ വിളി. അമ്മച്ചമ്മമാരെ അല്ല, വിളിച്ചാൽ മതി, ചോറുണ്ണാനായതുകൊണ്ട് വരും. സാരഥി സൗന്ദര്യാണ്. തിരിച്ചു വരുമ്പോ രാത്രി ആയാലോണ റോഡ് പണിയും. അങ്ങനെ നമ്മൾ വാണനടന്ന് ചന്തുവിനെ പൊക്കി, ചന്തുവിനെ ഡ്രൈവറാക്കി. നമ്മൾ ഡ്രൈവർ വേഗം പോ കേട്ടാ. ഫ്രീയാ ഞങ്ങളെ ഡ്രൈവർമാരെല്ലാം, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പുറത്തുനിന്ന് ആരെയും വിളിക്കണ്ട, പരിപ്പോടെ മേടിച്ചു കൊടുത്താൽ മതി. കഷ്ടം അല്ലേ അമ്മു? ഒരു ഡ്രൈവർ ഇറങ്ങി. നമ്മളതാണ്ട് ചായ കുടിക്കാൻ ഇറങ്ങി. ബ്രോ വയറ് കാണിക്കുന്നതിനാ. ഇവിടെ പല ചായ കുടിച്ചിട്ട് പോവുക തിരിച്ച് എയർപോർട്ടിൽ. നല്ല ചായയായിരുന്നു. ചായ നല്ലായിരുന്നു. കോഫി ഓക്കെ കോഫി ഭയങ്കര മധുരമായിരുന്നു. കടിയൊക്കെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ മീനാക്ഷിയുടെ വീട്ടിൽ പോയി നിന്നായിരുന്നു, പട്ടത്ത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ആ വീഡിയോസൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇപ്പോൾ എവിടോട്ട് പോവാമോ? മീനാക്ഷിയുടെ അടുത്ത്. ഞാനും അമ്മയും അപ്പൂണ്ണനും അമ്മും കൂടി പോവാണ്. നാളെ വരും. നമ്മളവിടെ സ്റ്റേ. മിക്സറൊക്കെ ആയിട്ടാ നമ്മൾ പോകുന്നത്. പിന്നെ ബിസ്ക്കറ്റാ. എവിടെ പോവാ? വായില് കുക്കി ഇരിക്കുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാവോ? എങ്ങനെയുണ്ട് അപ്പോണ്ണ? കുക്കിയാണെങ്കിൽ അടിപൊളി. ഗൈസ്, ഞങ്ങൾ പോവാണ്. ചന്തു എത്താറായി. കഴക്കൂട്ട് എത്തി. അവിടുന്ന് നമ്മള് മുട്ട ബജ്ജി തിന്നും. അമ്മു ഒരു കട പറഞ്ഞ് അമ്മി പൈസ കൊടുക്കും. നമുക്ക് അപ്പോൾ
എനിക്കും തരുമോ പരിപ്പോടാ? പരിപ്പോട എനിക്കും തരുമോ? കഴിച്ചോ? എനിക്ക് വേണ്ടടി പരിപ്പോടെ. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. പരിപ്പോട നിനക്ക്. വാ നമുക്ക് എല്ലാരും കഴിക്കാം. ഈ ചട്നി എന്താ വേണം? മുക്കി മുക്കി കഴിക്കാം. അങ്ങനെ നമ്മള് മീനാക്ഷിയുടെ അടുത്ത് എത്തി. ഗേറ്റും തുറന്നിട്ട് നമ്മളെ അത് അകത്തൂടല്ലേ തുറക്കണ്ടേ? ദോ അവിടെ വന്നടി, അവിടെ വന്നു വാ. നമ്മളെ ബാക്കിൽ കൂടെ കേറ്റുന്ന ഗൈസ്. നമ്മള് വന്നെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി വന്നില്ല താഴെ. കണ്ടാ? നമ്മള് ബാക്കിൽ കയറ്റി കൂടെ. ആ അമ്മയും മോളും എല്ലാം മേളിൽ കയറി ഇരിക്കല്ലേ? എന്തിയേ എന്തിയേ? എന്തൊരു പിള്ളേർ അതാ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നേരമായി? വെളിയിൽ കിടന്നു ഞങ്ങള്. വീഡിയോ എടുത്തില്ലായിരുന്നടി ഞാനത്. നേരത്തെ ഉമ്മ കൊടുത്ത് വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞ ഇപ്പൊ രണ്ടാമത് ഞങ്ങളിരുന്ന് ആൽബം കാണുവാണ്. ഷോമോൾ Yeah, I know. Looks nothing like my life. ആ എങ്ങനെയുണ്ട് കല്യാണ ജീവിതം? കല്യാണം സത്യം പറഞ്ഞ I'm loving it. ആ മീനാക്ഷി എങ്ങനെയുണ്ട്? But മോഡ് Mina's show mode side is coming out. ആണല്ലേ? ഇന്നലെ she dressed me up like a girl. മലയാളത്തിലും കൂടെ പറ. പിന്നെ കുറച്ച് കഴിയുമ്പോ മേക്കപ്പ് ഇട്ട് തരും. മേക്കപ്പ് ഒക്കെ ഇട്ടടി. കമ്മലൊക്കെ ഇട്ട് തന്ന് വിഗൊക്കെ ഇട്ട് തന്ന്. ചേട്ടനെ ഇന്നലെ പെൺകുട്ടിയായിട്ട് ഒരുക്കി. ഭാഗ്യത്തിന് സാരിയും ലിപ്സ്റ്റിക് ഇല്ലായിരുന്നു. ശ്ശേ, അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. ഇനിയും സമയമുണ്ടല്ലോ, അതൊക്കെ വരും. Oh man. അത് എൻജോയ് ചെയ്തില്ലേ ചേട്ടാ? Enjoy it. അതാ മീനാക്ഷി ഇവിടെ മീനാക്ഷിയെ പെണ്ണുങ്ങളായിട്ട് ഒരുക്കാത്ത ആരുമില്ല. ഞാൻ ഒരുക്കാൻ നിന്നെ ഒരു കാലം വന്ന് Yeah, my gorgeous arrived. You are a princess. Hi. Hello. ബാംഗ്ലൂരിന്ന് ലാൻഡായി. Just landed. എങ്ങനെ ഉണ്ടായിരുന്നു? Very good. House blank, ബാംഗ്ലൂർ എങ്ങനെയുണ്ട്? Bachelor is very nice. I'm not gonna lie, man. We need to go there. It's really good. നമ്മളെവിടെയാ? We are at Shangamore Beach. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ബീച്ചിലൊക്കെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്ത് അതുൽ ചേട്ടനെ വിളിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ദാണ്ട് പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ അല്ല ഉച്ചയായപ്പം അതുൽ ചേട്ടൻ്റെ അഖിൽ ചേട്ടൻ്റെ ഫ്രണ്ട് ആയുഷ് ചേട്ടനും ചേട്ടൻ്റെ അനിയനും കൂടെ വന്ന് അതാണ്ട് നമ്മൾ ഇത്രയും കൂടി കുറച്ച് ഒന്ന് പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുവാണ്. ഗായ്സ്, നമ്മൾ ഔട്ടിങ്ങിന് പോകാൻ പോവാണ്. ആയുഷ് ചേട്ടൻ വന്നു. അപ്പോൾ അതാണ്ട് ഞങ്ങളെല്ലാവരും വർക്കലയിൽ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് സംസാരിച്ച്. രാത്രി ആയതുകൊണ്ട് നല്ല രസമൊക്കെ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് എന്നിട്ട് പുറത്ത് നല്ല കാണാനൊക്കെ നല്ല രസമാണ്. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുറച്ച് ഗ്രൂപ്പിൽ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഇനി നമുക്ക് തിരിച്ച് നമ്മളുടെ എയർപോർട്ട് വ്ളോഗിലേക്ക് പോവാം. അങ്ങനെ താണ്ട് നമ്മൾ എയർപോർട്ടിലോട്ട് എത്തി. ഇനി നമുക്ക് പപ്പേനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാനല്ല പപ്പേനെ ആക്കണം. 9:30 പപ്പയ്ക്ക് ഫ്ലൈറ്റ്. നമ്മളൊരു 6:45 6:40 ആയപ്പോൾ എയർപോർട്ടിലെത്തി. അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി പപ്പ ടിക്കറ്റും കാര്യങ്ങളും പേപ്പറും പാസ്പോർട്ടും ഒക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പുവണ്ണൻ പാർക്ക് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട്
ഓക്കെ സെൽഫി എടുക്കാൻ ഓക്കെ പോയിട്ട് വാ. കേറിയിട്ടേ പോത്തോളൂ കേട്ടാ. ഞാൻ കരയുന്ന എന്ത് അമ്മ എന്ത് വിങ്ങുന്ന അമ്മ വിങ്ങുന്ന എന്തിന്? അമ്മയുടെ സൗണ്ട് പറയാണ്ടായിരുന്ന അമ്മച്ചി അമ്മയുടെ സൗണ്ട് പറയാ കേട്ടായിരുന്നോടി അമ്മു. നമുക്ക് പുറത്ത് എബ്രോഡൊക്കെ ആണെങ്കിൽ ഇവിടെ ആയിരിക്കത്തില്ല, എറണാകുളത്തൊന്നും ആയിരിക്കില്ലേ? ചിലപ്പോൾ ഓ ഗൈസ് കുഴപ്പമുണ്ടോ? ഇല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതെന്തായാലും അപ്പൊ തിരിച്ചൊന്നും വരുത്തൊന്നുമില്ല. സ്ഥലം ഉണ്ടോ നോക്കാൻ? അല്ല അങ്ങോട്ട് കേറി പോകാൻ കാണാം. അല്ല അപ്പുണ്ണന്റെ അങ്ങനെ ആയിരുന്നല്ലേ ഞങ്ങള് ഇയാള് എല്ലാം റെഡി ആയെന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയത്. അങ്ങനെ പപ്പായെ കയറ്റി നമ്മൾ അകത്ത് വിട്ടു. നമ്മൾ തിരിച്ച് തന്നെ പോകാൻ പോവുക. ടോയ്ലറ്റിൽ പോകണം. ഞങ്ങൾ തിരിച്ച് പോവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിന് പോകണം. ഒന്നിനൊക്കെ പോയിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. ഇതിനകത്തെല്ലാം ഊട്ടതാ തറയില്. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഊട്ട. ഏയ് അപ്പു അമ്മു നമ്മളങ്ങനെ ഒന്നിനൊക്കെ പോയിട്ട് താണ്ട തിരിച്ച് വണ്ടിയിൽ കയറാൻ പോവാ. പപ്പയെ വിളിച്ച് പപ്പ അകത്ത് കയറി തിരിച്ച് പൊക്കോളാൻ പറഞ്ഞ്. എനിക്കണ്ട പപ്പ ക്യൂവിൽ നിൽക്കുക, ചെക്കിൻ്റെ ക്യൂവിൽ നിൽക്കുക, പൊക്കോന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ താണ്ട പോവാ. പാട്ട് ആദ്യമായിട്ടോ അവര് കാണുന്നത്. നമ്മൾ ഇറങ്ങി തിരിച്ചു പോവാണ്. എന്ത് കരിപ്പിക്കുന്ന എന്ത്? എനിക്ക് നിന്നെ കണ്ടുകൂടാ അമ്മുവേ. ഞാൻ ജനിച്ചപ്പോഴേ കൊല്ലാൻ നോക്കിയതായിരുന്നു. നിന്നെ ഞാൻ അന്ന് പിച്ചാത്തി എറിഞ്ഞിട്ട് നീ ചാവാഞ്ഞെന്തടി? ഫ്ലൈറ്റിനകത്ത് കയറി അങ്ങ് പോവാൻ എന്താ? നിന്നെ അവിടെ ഇട്ടിട്ട് ഇങ്ങ് വന്നൂടായിരുന്നു അപ്പു. എന്തോ അങ്ങനെ ഒന്നും മിണ്ടാത്തതൊക്കെ കേട്ടിട്ട്. ഫോക്കസിങ് ഓൺ ഡ്രൈവിംഗ്. പിന്നെ അമ്മ വിഷമത്തില അണ്ണം പോയതിന്റെ. അമ്മയുടെ സൗണ്ട് ഇടറി ഇതിനകത്തുണ്ടത്. ആന്ന് കേക്കണോ? അമ്മ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കേ, നോക്കൊന്ന് ഇങ്ങോട്ട് നോക്ക്, നോക്കട്ടെ മുഖം. എനിക്ക് നിന്നെ ഉച്ച തൊട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് അമ്മക്കുട്ടി എന്റെ ഫോൺ ഉച്ചയായിട്ട് എനിക്ക് ഞാൻ എന്നെ അടിയെടുക്കുന്നേ. അമ്മൂനെ ചൊറിഞ്ഞ് നിക്കുവ ഞാൻ. എന്നാന്ന് അറിഞ്ഞില്ല, കയ്യിൽ നിന്ന് കിട്ടും. സത്യം പറഞ്ഞ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ അമ്മു എന്നെ ചൊറിയുമായിരുന്നു. അപ്പൊ എനിക്കത് ഞാൻ ഇത്ര ഇറിറ്റേറ്റ് ചെയ്യത്തില്ല. എനിക്ക് ഞാൻ എന്റെ ഫ്രസ്ട്രേഷൻ തീർക്കും നിന്റെ അടുത്ത്. നീ ചെയ്തതെല്ലാം ഓർത്ത് നിന്നെ എന്തോ ചെയ്തവള്? അമ്മ അവൾ എന്നെ കിടക്കാൻ നേരത്ത് വന്നേ.
എന്നെ അടിച്ച് ചൂലിനടിച്ച് എന്തെല്ലാം ചെയ്തു നീ തന്നെ. അതിന്റെയൊക്കെ കുറവായതൊക്കെ പിച്ച് കീറി വെക്കും ഞാൻ. അപ്പൊ അതാണ്ട് ഞങ്ങള് എയർപോർട്ടിലൊക്കെ പോയിട്ട് വന്ന് ചന്തു ഞങ്ങളെ സേഫായിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കി. അതുകൊണ്ട് ഇവിടെ അടുത്തൊരാളിരിക്കുന്നു. ഇവിടെ പോയിട്ട് വന്ന് കല്യാണം ഞാൻ പറഞ്ഞ് ഇവിടെ വന്നിരിക്കാം. മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു പയ്യന്റെ പാട്ടത്തിക്കാവി അമ്പലത്തിനടുത്ത് വെച്ച് റിസപ്ഷൻ വ്ലോഗില് സംഗീത മേഡത്തിനെ കാണിച്ചില്ലെന്ന് പറഞ്ഞ് ഭയങ്കര പ്രതിഷേധമായിരുന്നു കേട്ടാ. ഭയങ്കര എല്ലാരും പറ ഭയങ്കര പ്രശ്നമായിരുന്നു. ചോദിച്ചു കൊച്ചുമോള് ഞങ്ങടുത്ത് പറഞ്ഞ ആദ്യം എന്താ പറയാ റിസപ്ഷൻ വ്ലോഗ് ഞങ്ങളല്ല റിസപ്ഷന് ഞങ്ങളുടെ ആളുകളെല്ലാം കാണാനിരുന്നു. കൊച്ചുമോൾ ഇല്ലാത്ത ഏത് വീഡിയോ കണ്ടാലും കൊച്ചുമോൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ആ വീഡിയോ ഒന്നും കൊള്ളത്തില്ല. കൊച്ചുമോൾ അങ്ങനെയാ പറയുന്നത്. ഞാൻ ആ പിയാനോ വായിക്കുന്ന വീഡിയോ ഇട്ട് അവസാനം സന്തോഷിപ്പിച്ച നമ്മളില്ലേ കൊച്ചുമോളെ എടുത്തില്ലെങ്കിൽ പറയുന്നത്. കൊച്ചുമോള് വെറൈറ്റി ആയിട്ട് റിസപ്ഷൻ ഒരുങ്ങിയത് നിങ്ങൾ കാണിച്ചില്ലേ? എവിടെ എന്തോ നിങ്ങൾ വീഡിയോ എടുത്തത്? നിങ്ങൾ കുറെ UK കാരെ എടുത്ത്, അല്ലാതെ എന്തോ വീഡിയോ എടുത്തത്? ഞാൻ ഫാഷന് ഒരുക്കിയിട്ട് എന്റെ ഫോട്ടോ ചുമ്മാ 20 എടുത്ത് ഇടല്ലേ. ചേട്ടൻ എന്നെ അനങ്ങുന്നു. ഭർത്താവ് പോയ കരയുവാ. അത് ക്ഷീണം. അതിനങ്ങനല്ലേ ഭർത്താവല്ലേ? ഭർത്താവിന്റെ അടുത്ത് അത്ര സ്നേഹം എന്റെ സ്നേഹം പിന്നെ ഭർത്താവിന്റെ അടുത്ത് പിന്നെ സ്നേഹം കാണത്തില്ലേ? ഉണ്ടാ? ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പം വല്യച്ഛൻ അപ്പോണെന്നെ വിട്ട് പൊറോട്ടയും ബീഫ് കറിയും ബീഫ് റോസ്റ്റൊക്കെ വാങ്ങിപ്പിച്ച്. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പൊറോട്ടയും ബീഫ് റോസ്റ്റൊക്കെ തന്നെ. കൊച്ചുമോൾ ആർക്കൊക്കെ കഴിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ അമ്മുക്കുട്ടി അതിൻ്റെ ഇടയ്ക്കിരുന്ന് കളിയാക്കുന്നു. ഞങ്ങൾ കണ്ട് ഫുഡൊക്കെ കഴിക്കുവാണ്. ഇതൊക്കെ കഴിച്ച് ഇനി നേരെ കരിക്കോടോട്ട് പോവുകയാണ്. മീനാക്ഷിയുടെ ദൗത്യം അമ്മുക്കുട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. മീനാക്ഷി ഇല്ലാത്തോണ്ട് അപ്പൊ ഞങ്ങള് കഴിച്ച പാത്രമെല്ലാം അമ്മുക്കുട്ടി കഴുകി വൃത്തിയാക്കുന്നു. കാരണം നിങ്ങളാ മുത്തുകിളി തിന്നിട്ട് പഴയ പോലെ ക്ഷീണം, തിന്നു കഴിഞ്ഞാൽ ക്ഷീണം, ഇല്ലെങ്കിൽ ക്ഷീണം. എപ്പോഴും ഈ ഒരു കിടത്തം മാത്രമേ ഉള്ളൂ. മെയ് 18 തൊട്ടാണ് ഇവളുടെ കഷ്ടകാലം തുടങ്ങുന്നത്. ഒരു മാർക്ക് പോലും കൂടിയില്ല ഇമ്പ്രൂവ്മെന്റിൽ. ഇതാ മുത്തുക്കിളിയുടെ ജോലിക്കള്ളിയാട്ടാ. ഡാൻസറിനെ കൊണ്ട് വയ്യ. ഒരു ഡാൻസ് ഗ്രൂപ്പും ഒരു ഡാൻസറും വന്നിടം തൊട്ടങ്ങ് പറയുക ഡാൻസ് ഡാൻസ്. ഭാഗ്യയിലെ കലാതിലക വന്ന വിചാരം. കൊലാതിലക മിക്കാറും കൊലാതിലക ആവും. ഞങ്ങളും കലാകാരാടെ. എന്തിനാ ഒത്തുങ്ങളെ കഷ്ടപ്പെടുത്താനായിട്ട് ഇങ്ങനെ പൈസ ഞങ്ങളെ കാട്ടി മുന്നേ ഇവിടെ വന്നിരുന്നത് ആരാ? എന്റെ മാങ്ങ എടുത്താ കവറിലുണ്ട്. നമ്മളെ വീട്ടിൽ പോവാ. ഡാൻസറിനെ നമ്മള് കൊണ്ട് വീട്ടിലിറക്കി. ഡാൻസറെ ഇതുവരെ ആ ഗ്രൂപ്പ് താത്ത് വെച്ചില്ല. എന്തോ പറയാനാന്ന് പറ. നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. അപ്പൊ ഗായ്സ് ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ പപ്പ എല്ലാരും ചോദിച്ചോണ്ടിരുന്ന പപ്പ പോയോ, പപ്പ വീഡിയോയിൽ ഇല്ലാത്തോണ്ട് പപ്പ വീഡിയോയിൽ അങ്ങനെ വരത്തില്ല. നമ്മൾ വേണമെങ്കിൽ എടുത്തോ. പപ്പയ്ക്ക് അങ്ങനെ വീഡിയോ വരുന്ന ഇഷ്ടമല്ല. അപ്പൊ അത് വീഡിയോയിലൊന്നും കാണാത്തോണ്ട് എല്ലാരും ചോദിച്ച് പപ്പ പോയോ, പപ്പ പോയോ, എന്താ പപ്പ വീഡിയോ വരാത്ത. പപ്പ പോയി ഗൈസ്, ഇന്ന് പോയി. ഇനി ആരും ചോദിക്കരുത് പപ്പ പോയോന്ന്. ഇനി ഒരു 1.5-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നല്ലേ അമ്മ? അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.